എന്ത് വിധി ഇത്? 10 days long മുംബൈ രാജസ്ഥാൻ ട്രിപ്പ് സീരീസ് പാർട്ട് 8. അങ്ങനെ ഹാപ്പി ആയിട്ട് ജോധ്പൂരിലെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് നമ്മുടെ ട്രിപ്പിന്റെ 4ാമത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജയ്സാൽമറിലേക്കുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ഈ ഡിസംബർ മാസത്തിൽ രാജസ്ഥാനിൽ വരുമ്പോൾ ചെറിയ പ്രശ്നം എന്താണെന്ന് അറിയോ? രാത്രി ആകുമ്പോഴേക്ക് നല്ല തണുപ്പാവും, പക്ഷെ അത് രാവിലെയായി ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്ക് നല്ല ചൂടായിട്ട് മാറും. ഒരു ദിവസം തന്നെ ഇത്ര റാൻഡം ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത് അത് ഇത്തിരി വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. ചിലപ്പോൾ ബോഡി ഇത്തിരി വീക്ക് ആവുന്ന പോലെ തോന്നും, കുഴപ്പമില്ല, അത് യൂസ് ടു ആയിക്കോളും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ട്രെയിൻ യാത്ര വേറെ ഉണ്ടായിട്ടില്ല. ലോണ്ടെ ആ മുൻപിൽ തലയും മുണ്ടിട്ടുണ്ടോ എന്ന് ചേട്ടനില്ലേ, ആ ഹിന്ദിക്കാരൻ ചേട്ടനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിനിൽ കയറിയല്ലായിരുന്നു. ഞങ്ങൾ ആദ്യമേ ഈ ട്രെയിനിൽ കയറിയപ്പോഴേക്ക് ഈ ബോഗി ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടേക്കുവാണ്. കാര്യം എന്താ, ഉള്ളു മൊത്തം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് ഈ സ്റ്റേഷനിൽ നിന്ന് കയറാൻ നിൽക്കുന്ന ആർക്കും കയറാൻ പറ്റുന്നില്ല. അവസാനം ആ തലയും മുണ്ടിട്ട ചേട്ടൻ ഹിന്ദിയിൽ കുറെ തെറി വിളിച്ച് കുറെ ഇടിച്ചും തൊഴിച്ചൊക്കെ ആയിട്ടാണ് അവന്മാർ തുറന്നു തന്നത്. ഉള്ളിൽ കയറിയപ്പോഴേക്കാണെങ്കിലോ ഒരു വിരൽ കുത്താൻ വേണ്ടിയുള്ള സ്ഥലം പോലും ഇല്ല. ആരോട് എന്ത് പറയാൻ. TTD ഒക്കെ ആണെങ്കിൽ ഒരു പൊടി പോലും ഇവിടെ കാണാനില്ലായിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു കണക്കിന് നമ്മുടെ സീറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കോ ഒരാളിരുന്ന് യാത്ര ചെയ്യേണ്ട അടുത്ത് ഓൾറെഡി 4 പേര് ടിക്കറ്റ് ഇല്ലാതിരുന്ന് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ TT-യേക്കാളും മെനിയായിട്ട് എൻ്റെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് എൻ്റെ സീറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്ക് സീറ്റിൻ്റെ 4-ൽ 1 ഭാഗം എനിക്ക് തന്നു. ഞാൻ ഇരിക്കുകയെന്നുള്ള മട്ടിലാണ് അവർ തന്നത്. നമ്മളാരാ മുതല്, നമ്മൾ വിടുവോ? ഞാനുള്ള സീറ്റിൽ കയറി അങ്ങോട്ടിരുന്നു. 5 മിനിറ്റ് ഈ തിക്കിയിരുന്നുള്ള യാത്ര കഴിഞ്ഞപ്പോൾ അവന്മാർക്ക് മനസ്സിലായി നമ്മൾ അവന്മാരെക്കാളും വലിയ ലോക്കലാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് അവന്മാരുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഇറങ്ങി. കാര്യം അവിടെ ഇരിക്കാൻ അത്ര ടൈറ്റ് ആയിരുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ആ കയറുന്ന സമയത്ത് എൻ്റെ സൈഡ് ബാഗിൻ്റെ വള്ളിയാണ് ഈ പൊട്ടിയും പോയി. കുഴപ്പമില്ല, എന്നാലും സീറ്റ് കിട്ടിയല്ലോ. അയ്യോ, ഈ തിരക്കിനിടയ്ക്ക് അവന്മാരെ കുറിച്ച് പറയാൻ വിട്ടുപോയി. അവന്മാർ 3 പേരും വേറെ ബോഗിയിലായിരുന്നു, ഞാൻ മാത്രം ഈ ബോഗിയിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു ടിക്കറ്റിന്റെ ബുക്കിംഗ് കിട്ടിയത്. അവന്മാർക്കും എന്നെപ്പോലെ തന്നെ സെയിം അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള നീണ്ട 3-3.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടി. ഈ ടിക്കറ്റ് എടുക്കാത്ത ടീം ഫുള്ള് ഈ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയുള്ളവരായിരുന്നു. ഇവിടുത്തെ എന്തൊരു ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കൊല്ലവും തന്നെ ഡിസംബർ മാസത്തിന്റെ അവസാനവും ജനുവരി മാസത്തിന്റെ തുടക്കത്തിലുള്ള ഈ ട്രെയിനിന്റെ യാത്ര ഇങ്ങനെയാണെന്നാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ബോഗി ഫുള്ള് കാലി. ഓ മൈ ഗോഡ്. അങ്ങനെ ശാന്തി സ്വസ്ഥമായിട്ട് ബാക്കിയുള്ള ട്രെയിൻ യാത്ര ആസ്വദിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കാണ് പെട്ടെന്ന് ഒരു കൈയടി ശബ്ദം കേൾക്കുന്നത്. ആ പേടിയിൽ ഞാൻ ചുമ്മാ അഭിനയിക്കാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് കടന്നതാണ്. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. കാര്യം ഇന്നലെ തൊട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ലല്ലോ. അങ്ങനെ ഒരു കണക്കിന് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ജയ്സാൽമറിലെത്തി. അപ്പോൾ ബാക്കി നാളെ